അയക്കുന്ന ആളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യമായി. ഈ വിവരങ്ങൾ ആർക്കും ഷെയർ ചെയ്യപ്പെടില്ല. ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം ഒരു പാർട്ടി മൂഡ് ആഗ്രഹിക്കുന്നവരാണോ? ഏകദേശം ഒരു ദിവസം 200-ലധികം മെസ്സേജുകൾ വന്ന സമയങ്ങളുണ്ട്. സാർ ചെയ്തത് നന്നായി, ഇവൻ ഇപ്പോൾ അവൻ നന്നായിട്ട് ജീവിക്കുന്നു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഡ്രഗ്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് കളമശ്ശേരിയിലെ SI രഞ്ജിത്ത് സാറാണ് ഇന്ന് എന്നോടൊപ്പം. നമ്മൾ ലഹരിക്കെതിരെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് ഇന്ന് നമ്മളോട് രഞ്ജിത്ത് സാറ് പറഞ്ഞുതരും. സാർ, ഷോയിലേക്ക് നമസ്കാരം, സ്വാഗതം. ഇപ്പം എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ പോലീസിനെ ആരെങ്കിലും ഒരു ഡ്രഗ് അടിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ അവർ ഇൻഫോം ചെയ്യാറില്ല. അവർക്കൊരു പേടിയാണ്. അതെന്തുകൊണ്ടാണ് സാർ? പലപ്പോഴും പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭയപ്പാടാണ്. കാര്യം ഈ ഡ്രഗ് മാഫിയയെ പറ്റിയായാലും ഇതിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും അപായങ്ങളോ അപകടങ്ങളോ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അതെ അതെ. എന്നാൽ ശരിക്കും ഇതിനെപ്പറ്റി പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്ന് കേരള പോലീസ് ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയയ്ക്കെതിരെ നൽകുന്ന വിവരങ്ങൾ, ആര് വിവരം നൽകിയാലും അവരുടെ കാര്യങ്ങൾ വളരെ സേഫാക്കുകയും ആ വിവരങ്ങളെല്ലാം കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനും കേരള പോലീസിന് പല മാർഗ്ഗങ്ങളുണ്ട്. അതിലേറ്റവും വലുതാണ് യോദ്ധാവ് എന്നത്. കേരള പോലീസ് യോദ്ധാവ് എന്ന് പറയുന്നൊരു ഈ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം വെച്ചാൽ നമുക്കൊരു ഫോൺ നമ്പറാണ്, ഒരു സിമ്പിൾ നമ്പറാണ്. അതിനകത്തോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സപ്പ് മുഖേന വിവരങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ്. ചിലപ്പം പലർക്കുള്ള ധാരണ മൊബൈൽ ഫോൺ വഴി വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ നമ്പറിലൂടെ വാട്സപ്പ് മുഖേന നമുക്ക് ഏത് വിവരങ്ങളായാലും ഏത് നാട്, ഇപ്പം നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും എന്ത് വിവരങ്ങളായാലും വാട്സപ്പ് മുഖേന അറിയിക്കാം. അത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകും. കാര്യം ഈ വിവരം ലഭിക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഈ പറഞ്ഞ ഒരു പ്രത്യേക ഡിവിഷനിലാണ്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറില്ല, ശരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെ 99596666 എന്ന മൊബൈൽ നമ്പർ. 9959659666 ഇതാണ് മൊബൈൽ നമ്പർ. ഈ മൊബൈൽ നമ്പറിൽ നമുക്ക് ലഹരിയെ സംബന്ധിച്ച ഏത് വിവരം, പെഡ്ലേഴ്സ് ആയാലും യൂസേഴ്സ് ആയാലും ഇവരുടെ എല്ലാവരുടെയും വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഫോട്ടോസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. അത് പിന്നെ അയക്കുന്ന ആളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും രഹസ്യമായി. ഈ വിവരങ്ങൾ ആർക്കും ഷെയർ ചെയ്യപ്പെടില്ല. ഈ വിവരങ്ങൾ കൃത്യമായിട്ടും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഏത് ജില്ലയാണ് എന്ന് സോർട്ട് ചെയ്ത് കൺസേൺഡ് ജില്ലയിലെ ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് അയച്ചു കൊടുത്താൽ എത്ര നിമിഷം കൊണ്ടായിരിക്കും ആക്ഷൻസ് വളരെ ഏകദേശം 2022 ഈ പറഞ്ഞ പദ്ധതി സ്റ്റാർട്ട് ചെയ്യാണ്. 7 മാസം പദ്ധതി സ്റ്റാർട്ട് ചെയ്യാം. പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ട് നിലവിൽ ഏകദേശം 5600ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അതായത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 5600ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. വരുന്ന മെസ്സേജുകളുടെ എണ്ണം നോക്കിയാൽ ചിലപ്പം ക്രമാനുഗതമായിരിക്കും. ഏകദേശം ഒരു ദിവസം 200-ലധികം മെസ്സേജുകൾ വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പെർ ഡേ ഏകദേശം ഒരു 50ഓളം മെസ്സേജുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഓരോ പോലീസ് സ്റ്റേഷനിലാണ് 50 വരുന്നത്, അതോ ഓൾ കേരള ബേസ്ഡ്? അപ്പോൾ ഓൾ കേരള വന്നു കഴിഞ്ഞാൽ ആ കേരളത്തിൽ നിന്ന് സോർട്ട് ചെയ്ത് ഓരോ ജില്ലയിലോട്ടും അയക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഡ്രഗുകളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ കേരളത്തിൽ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് യുവതലമുറ മാത്രമല്ല, ഏറ്റവും ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ വിദ്യാർത്ഥി സമൂഹത്തെ പോലും ബാധിക്കും എന്നുള്ളതാണ്. അതെ. അല്ല, അതിൽ ഈ എന്തുകൊണ്ടാണ് ഇവർ ഒരു പാർട്ടി മൂഡാണ്, ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്ന ഒരു പാർട്ടി മൂഡാണ്. ആരോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവർക്കൊരു ഫ്രണ്ട്സാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാം ഒരു പാർട്ടി മൂഡ് ആഗ്രഹിക്കുന്നവരാണോ? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാരണം നമ്മുടെ ഒരു വീട്ടിലെ അന്തരീക്ഷമാണ്. പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് വീട്ടിലെ അന്തരീക്ഷം. അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഒരു ശിഥിലമായിരിക്കുന്ന ഒരു കുടുംബ ബന്ധങ്ങൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഒരു ഘടകമാണ്. ഈ പറഞ്ഞ കോളേജ് ലൈഫിലെ മറ്റുള്ള സഹപ്രവർത്തകരുടെ ബന്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളിലൂന്നിയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹവും യുവജനങ്ങളും ഈ പറഞ്ഞ ഒറ്റപ്പെടുന്ന അവസ്ഥ. പലപ്പോഴും ഒരു ഏകാന്തമായ കുടുംബ ബന്ധങ്ങളിലെ ഏകാന്തത, ഈ പറഞ്ഞ വിദ്യാർത്ഥികളായാൽ പോലും അവരുടെ ഒരു അരക്ഷിതാവസ്ഥ, ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥി സമൂഹവും നമ്മുടെ യുവതലമുറയും ഈ പറഞ്ഞ ലഹരിയിലേക്ക് വഴിതിരിച്ചു. അപ്പോൾ ഇതിനൊക്കെ ശരിക്ക് ഫലപ്രദമായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസിൻ്റെ തന്നെ യോദ്ധാവ് എന്ന് പറയുന്ന നമ്പറിനോടൊപ്പം തന്നെ ഡി അഡിക്ഷന് വേണ്ടി ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഡി അഡിക്ഷന് വേണ്ടി ഒരു സംവിധാനമുണ്ട്. അതായത് ഈ പറഞ്ഞ അതിനുവേണ്ടിയും ADGP മനോജ് എബ്രഹാം സാറിൻ്റെ കീഴിൽ, ADGP എല്ലാവരുടെ കീഴിൽ, നേരത്തെ ഉണ്ടായിരുന്ന എല്ലാവരുടെ കീഴിൽ നമുക്കൊരു ടോൾ ഫ്രീ നമ്പർ, അതിനുവേണ്ടിയും ഈ പറഞ്ഞൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ഈ പറഞ്ഞ ഈ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അതാത് ജില്ലയിൽ ഡി അഡിക്ഷൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നു. ഓരോ ജില്ലയിൽ ഹോസ്പിറ്റലുമായിട്ട് കേരള പോലീസിന് ഈ പറഞ്ഞ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്ത് ഡി അഡിക്ഷന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യോദ്ധാവ് എന്നുള്ള നമ്പറിലേക്ക്, യോദ്ധാവ് എന്ന നമ്പറിനോടോ ഈ പറഞ്ഞ ഡി അഡിക്ഷന് വേണ്ടിയാണെങ്കിൽ മറ്റൊരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. 9497979794
9794 ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പല സംരംഭങ്ങളും പോലീസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്കുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട്, നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ പ്രോഗ്രാമാണ്. അതായത് ഡ്രഗ് ഹണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രഗ് യൂസേഴ്സിനെയും പെഡ്ലേഴ്സിനെയും പിടിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിദിനം ഓരോ പോലീസ് സ്റ്റേഷനിലും നമ്മുടെ കൊച്ചി സിറ്റിയിൽ പോലും മിനിമം 5-6 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കണം, ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്നുള്ളതാണ്. ഈ പറഞ്ഞ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ. ഒരു ആനന്ദത്തിനോ വിനോദത്തിനോ വെറും ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നത് പിന്നെ ജീവിതം നശിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുമായിട്ട് ചേർന്നിട്ടുള്ള ക്ലാസ്സുകൾ. ഇത് എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇതിനെതിരെ ശരിക്ക് കേരള പോലീസിന് മാത്രം ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം എന്നുള്ളതല്ല. ഇതിനകത്ത് പോലീസിൻ്റെയും ഈ പറഞ്ഞ സർക്കാരിലെ മറ്റ് ഇതര യൂണിറ്റുകളുടെയും സഹായത്തോടെയും പൊതുജനങ്ങളുടെ പങ്കാളിത്തവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ ഇപ്പോൾ തീർച്ചയായും ഈ പറയുന്ന ഇപ്പോൾ ചെയ്യുന്ന അവയർനെസ് ക്യാമ്പയിനുകളായാലും റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളായാലും ഈ പറഞ്ഞ പൗരസമിതികളുടെ മീറ്റിങ്ങുകളായാലും ഇതിലെല്ലാം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിരിക്കുന്ന ഡ്രഗ് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ പറഞ്ഞ ഈ യോദ്ധാവ് എന്നതിലൂടെ ലഭിക്കുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ ജനമൈത്രി പോലീസിലൂടെ ലഭിക്കുന്നുണ്ട്. പോലീസിൻ്റെ എമർജൻസി നമ്പറായ 112 ഉണ്ട്, 112 അതിൽ പലപ്പോഴും പലരും വിളിച്ച് പറയുന്നുണ്ട്. 112 പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. 112 ഞാനൊരു പ്രാവശ്യം ഒരു സിറ്റുവേഷനിൽ ഞാൻ 112 വിളിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു വണ്ടി ഒരു ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ വിളിച്ചാണ്. ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അതാണ് ശരിക്കും ട്രിവാൻഡ്രത്തേക്ക് അത് കണക്റ്റഡ് ആവുന്നു. അപ്പോൾ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ നിൽക്കുന്ന പരിധി ചോദിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി, എല്ലാ വ്യക്തികളും ഓർത്തിരിക്കേണ്ട ഒരു നമ്പറാണ് 112. ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ശരിക്കും നമുക്ക് 112 നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ആ കോൾ കണക്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ലൊക്കേഷനും പോവും. അതുപോലെ തന്നെ അതേ കോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എമർജൻസി വെഹിക്കിൾ കൃത്യമായിട്ട് ടാബിൽ മെസ്സേജ് ആയിട്ട് വരും, നിങ്ങളുടെ കോൺടാക്ട് നമ്പരും വരും. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് അതിനുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്നെ 3 പ്രാവശ്യം വിളിച്ചു എന്ന് തോന്നുന്നു. 3 പ്രാവശ്യം എനിക്ക് കോൾ വന്നു. അതിന് ആക്ഷൻ ആയോ എന്തായോ എവിടുന്ന് അതായത് ഫോളോ അപ്പ് ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ്. ഇതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവും. അതെ, അതുപോലെ തന്നെയാണ് യോദ്ധാവിനും ഇതിനും. അതായത് നമുക്കിപ്പോൾ ഒരു വിവരം കിട്ടി നമ്മൾ ആളിനെ ഇപ്പോൾ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് ഈ പറഞ്ഞ ഡ്രഗ് കേസിൽ ഒരു അക്യൂസ്ഡിനെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സോഴ്സ് കണ്ടെത്താനും നമ്മളൊരു ശ്രമം നടത്തുന്നത്. ഒരാളിന് എവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെത്തുന്നത് ഈ പറഞ്ഞ അന്തർ സംസ്ഥാന ബന്ധങ്ങളിലൂടെയാണ്. നമുക്ക് തന്നെ അറിയാം, ഒറീസ ആയാലും ബാംഗ്ലൂർ ആയാലും പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിനൊരു ലിമിറ്റില്ലാതെ വരുന്നുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ ഗഞ്ച എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ ഒറീസ സംസ്ഥാനത്ത് ഏകദേശം വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നത് പല രീതിയിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ചിലപ്പോൾ 1 കിലോ വളരെ ചെറിയ തോതിൽ കിട്ടുന്നത് ഇവിടെ അതിൻ്റെ 10 മടങ്ങ്, ഏകദേശം 10-15 മടങ്ങ് വിലയ്ക്കാണ് ഇവിടെ ചെറിയ. ഇപ്പോഴത്തെ കുട്ടികൾ ശരീരം വിയർത്ത് അധ്വാനിക്കാൻ അങ്ങനെ താല്പര്യം ഉള്ളവരല്ല. അവർക്ക് എങ്ങനെ സിമ്പിളായിട്ട് കാശുണ്ട്, അതിൻ്റെ ഒരു വഴിയായിട്ട് ഇവർ കാണും. തീർച്ചയായും ഈ ഡ്രഗിൻ്റെ ഈ പറഞ്ഞ ഉപയോഗത്തെ ആദ്യം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അത് വിൽക്കപ്പെടാനും അവർ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇതൊരു മാഫിയ പോലെ വർക്ക് ചെയ്യുകയാണ്. ആദ്യം അവർ ഉപയോഗിക്കുന്നു, അതിന് അഡിക്റ്റ് ആവുന്നു, പിന്നീട് ഇത് വാങ്ങുന്നതിനായുള്ള പണം കണ്ടെത്തുന്നതിനായിട്ട് ഇതിൻ്റെ ക്യാരിയേഴ്സായി മാറുന്നു. അറിയാണ്. ഇപ്പോൾ ലഹരി ദിവസത്തിൽ പോലും പത്രങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഞാൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഒരു ടീമിനെ കണ്ടു. അതെന്തായിരുന്നു സാർ? അതും ഈ പറഞ്ഞ ഒരു ഡ്രഗ് ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിനകത്ത് മുമ്പ് നമ്മൾ കേട്ടില്ലേ, സ്വർണം പൊട്ടിക്കൽ, സ്വർണം പിടിക്കുന്നു, ഇങ്ങനെയുള്ള കഥകളാണെങ്കിൽ ഇപ്പോൾ ഇത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡ്രഗ് പൊട്ടിക്കലാണ്. അതായത് ചെറിയ ഡ്രഗ് ഡീലേഴ്സിനെ ഈ പറഞ്ഞ അടുത്ത ഡ്രഗ് ഡീലേഴ്സ് വന്നിട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് ഡ്രഗ് എടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ പോയാലും ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം പല അസോസിയേഷനുമായിട്ട് നിങ്ങൾ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, പോലീസിൻ്റെ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. എന്നാൽ എത്രത്തോളം കുട്ടികളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? തീർച്ചയായും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികളെ ഇതിൻ്റെ ഉപയോഗം തടയുന്നതിനും അവരിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള ഒന്നാമത്തെ കാര്യം, ഇത് പോലീസിനെ കൊണ്ട് മാത്രം കഴിയുന്നില്ല, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ കഴിയുള്ളൂ. ഇതിൽ പൂർണ്ണമായിട്ടും പൊതുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും സഹകരണം പൂർണ്ണമായിട്ടും വേണം. അങ്ങനെ കിട്ടാറുണ്ടോ? തീർച്ചയായും പല സമയങ്ങളിലും കിട്ടി. അത് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം, നമ്മുടെ സ്റ്റേഷനിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം നാൾക്കുനാൾ കഴിയുമ്പോൾ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവാണ്. സ്കൂളുകൾ കുട്ടികൾ കൃത്യമായ അവബോധം കൊടുക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ തരത്തിലുള്ള ലഹരി ഉണ്ടെന്നും അവരുടെ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ടാവുമെന്നും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ക്ലാസ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളുകളിലും ഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനകത്താകുമ്പോൾ സ്കൂളിലെ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഉണ്ടാവും, വാൻ ഡ്രൈവർ, ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള ഷോപ്പിലെ ആൾക്കാർ, PTA മെമ്പേഴ്സ്, ഇവരെല്ലാം വന്ന് ചേർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും
ഇവയ്ക്കെതിരെ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് തുടങ്ങിയ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. സ്കൂളുകൾ പരാതിപ്പെട്ടി സ്ഥാപിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ കുട്ടികൾക്ക് ഇതുമായിട്ട് എന്ത് വിവരം ലഭിച്ചാലും അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം സ്കൂളുകളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് അറിയിക്കാൻ ഒന്നുകിൽ ടീച്ചേഴ്സിനെ അറിയിക്കാം, അല്ലെങ്കിൽ ഈ പൊതു പരാതിപ്പെട്ടി വെച്ചിട്ട് പരാതിപ്പെട്ടിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് സാർ ഇത് ഫോളോ ചെയ്യുന്നത്? പരാതിപ്പെട്ടികൾ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സ്കൂളിലെ പ്രിൻസിപ്പാളും ഈ പറഞ്ഞ നമ്മുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറും ചേർന്ന് അത് പരാതിപ്പെട്ടികൾ മന്ത്ലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യുമോ ഈ പരാതിപ്പെട്ടികളെല്ലാം? ഇത് ഇപ്പോൾ അതിന് പരാതിപ്പെട്ടികൾ ഓപ്പൺ ചെയ്യാൻ കൃത്യമായിട്ട് ദിവസം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോയ്സ് എ വീക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ പരാതിപ്പെട്ടികൾ ഓപ്പൺ ചെയ്യും, നല്ല പരാതികൾ നോക്കുന്നു. കൃത്യമായിട്ട് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവും. ആ പരാതികൾ നമ്മൾ സ്വീകരിക്കും. കൃത്യമായിട്ട് അത് അനോണിമസ് ആയിട്ട് ചെയ്യാം. കുട്ടികൾക്ക് ആരുടെയും പേര് വയ്ക്കാതെ ചെയ്യാം. ഈ പറഞ്ഞ സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരത്തിൽ ലഹരി എവിടെയെങ്കിലും ലഭ്യമാകുന്നു എങ്കിൽ ആ വിവരം അറിയിക്കാനുള്ള സംവിധാനം കുട്ടികൾക്കുണ്ട്. ഓക്കെ. ഇപ്പം അതുകൊണ്ട് കളമശ്ശേരി ആ ഒരു ഏരിയയിൽ ഏകദേശം നമ്മുടെ പറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ എണ്ണം, ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് ആ പോലീസിൻ്റെ നിങ്ങളെല്ലാവരും സല്യൂട്ട് ചെയ്തേ പറ്റൂ. കാരണം ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാൽ പോലും അത് നടക്കുന്ന കാര്യം നമ്മളൊരു ടീമായിട്ട് തന്നെ. ഇപ്പം അതിൽ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ പ്രവർത്തകർ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമാ പ്രവർത്തകരെയാണ് ഇങ്ങനെ ഈ ഡ്രഗ് ബേസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മുടെ കളമശ്ശേരി ഇല്ല. നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഇപ്പം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ല, നമുക്ക് പോലീസിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, പകരം പൊതുജനങ്ങളുടെ പങ്കാളിത്തോടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ വിവരങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ ഇപ്പോഴുള്ള പുതിയ ആധുനിക യുഗത്തിൽ പുതിയ ആൾക്കാർ ഇതിനെ പലപ്പോഴും ഈ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡാർക്ക് വെബ് ആയാലും ഈ പറഞ്ഞ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും പല രീതികളും അവലംബിക്കുന്നുള്ളതാണ്. പണ്ട് നേരിട്ട് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് പുതിയ മാർഗ്ഗങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായി. കാരണം ഈ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ അല്ലേ അങ്ങനെ ഉണ്ട്. ഇതിനു വേണ്ടിയുള്ള പല ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നുണ്ട്. വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഇതിനു വേണ്ടി പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. തൽക്കാലം അതിൻ്റെയൊന്നും പേര് പറയാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ വഴി ഈ സാധനം യഥേഷ്ടം അവർ കൈമാറാനുള്ള രീതികളും എവിടെ നമ്മളിപ്പോൾ പത്രത്തിൽ നമ്മൾ കൊണ്ടുപോയി സ്വിഗ്ഗി ബോക്സുകളിലോ ശരിക്കും ഇപ്പോഴല്ല, കുറച്ചുനാൾ മുമ്പേ ട്രെൻഡായി തുടങ്ങിയതാണ് സ്വിഗ്ഗി ബോക്സുകൾ. ഇപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പ്രത്യേക ഒരു ഡ്രൈവായിട്ട് തന്നെ സ്വിഗ്ഗി ഈ പറഞ്ഞ ഏജൻറ്റുമാരെല്ലാം ചെക്ക് ചെയ്യുണ്ടായി. അപ്പോൾ സ്വിഗ്ഗി ഇപ്പോൾ സാധാരണ നമുക്ക് തന്നെ അറിയാം, ഒരു വണ്ടിയിൽ സ്വിഗ്ഗി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകാറില്ല. കാര്യം ഫുഡ് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളതാണ്. സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം ഫുഡ് എത്തിക്കാൻ പോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ രീതികളിലൂടെ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ കടത്താനായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി സ്വിഗ്ഗിയും സൊമാറ്റോ ശരിക്കും ആക്ഷൻ എടുത്ത് തുടങ്ങി. ഞങ്ങൾ അതിനെ കൃത്യമായിട്ട് അങ്ങനെ സ്പെഷ്യൽ ഡ്രൈവുകളാക്കി അതിൻ്റെ വർക്ക് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആ രീതിയും മാറ്റി തുടങ്ങി. ഈ സ്വിഗ്ഗി സൊമാറ്റോയിൽ പോകുന്നവരെല്ലാവരും ക്യാരക്ടർ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ഷൻസ് നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടിരുന്നു. കാരണം സേഫാണ്, സെക്യൂർ ആണെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു DDAD എന്ന് പറഞ്ഞ ഒരു പദ്ധതിയെക്കുറിച്ച് ഡിജിറ്റൽ അതെന്താണ് സാർ? അത് ഈ പറഞ്ഞ നമ്മുടെ ഈ 2019 മുതൽ കോവിഡ് പാൻഡമിക് പീരീഡ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഏകദേശം ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ മാർഗത്തിലായി. ഈ ഓൺലൈനിൽ കുട്ടികൾ ക്ലാസ് കാണുകയും ഒപ്പം ഈ പറഞ്ഞ മൊബൈൽ ഫോണിന് പലരും അഡിക്റ്റായി. അപ്പോൾ DDAD ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഡി അഡിക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും മൊബൈൽ ഫോണിൻ്റെ അമിതമായ കടന്നുവരവും മൂലം കുട്ടികളുടെ മാനസിക ശേഷി തന്നെ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ അമിതമായ മൊബൈൽ ഫോൺ ദുരുപയോഗത്തെ തടയുന്നതിനും കുട്ടികളെ തിരിച്ച് കൊണ്ടുവരുന്നതിനുമായിട്ട് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ. ഇതിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ തന്നെ SPCയുടെ കീഴിൽ ക്യാപ്പ് എന്നൊരു സെൻ്ററുണ്ട്. ക്യാപ്പ് ചിൽഡ്രൻ ആൻഡ് പോലീസ് എന്നാണ് ക്യാപ്പ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറയുമ്പോഴേ കുറേ മൊബൈൽ നമ്പറിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നാലും ഇതൊരു 9497900200 ഇതാണ് നമ്പർ. ഈ 24 hours വർക്ക് ചെയ്യുന്ന നമ്പറാണ്. ഏത് കുട്ടിക്ക് വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കുട്ടിക്കോ പാരൻറ്റിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി, ഇപ്പോൾ നമുക്കറിയാം എല്ലാ സ്കൂളുകളിലും SPC ഉണ്ട്. അപ്പോൾ SPCയിലെ സീനിയർ കുട്ടികളെ കൊണ്ട് തന്നെ, അതായത് കുട്ടികളെ കൊണ്ട് തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പകുതിയും കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറേ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഈ ഡിജിറ്റൽ ഡി അഡിക്ഷന് വിധേയരായ കുട്ടികളെ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് നടത്തി തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ കോവിഡ് പാൻഡമിക് പീരീഡിന് ശേഷം പലപ്പോഴും പല മൊബൈൽ ഫോണിൻ്റെയും സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ 5-6 മണിക്കൂറുകൾ സ്ക്രീൻ ടൈം കാണുന്നുണ്ട്. കാര്യം കുട്ടികൾ അത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നുള്ളതാണ്. ഒരുപാട് ഒന്നാമത്തെ കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പെണ്ണെ കണ്ണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉറക്കമില്ലായ്മ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ
ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം പലതരത്തിലുള്ള ഈ പറഞ്ഞ ശാരീരികമായിട്ടും മാനസികമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ടും കുട്ടികൾ വഴുതി വരും. അപ്പോൾ അതിനെ ഒരു പരിധിവരെ തടയാൻ ഇത് സാധിച്ചിട്ടുണ്ട്. ഈ ലഹരിക്കെതിരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു മോട്ടിവേഷനായിട്ടുള്ള ഒരു എന്താണ് കഥ സാറിനോട് പറയാനുള്ളത്? നമുക്ക് അതിനകത്ത് കഥകൾ ഒരുപാടുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ കൊച്ചിയിൽ തന്നെ ഹൗസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി, അതായത് അതെ പെൺകുട്ടിയാണ്. പെൺകുട്ടി ഇവിടെ നമുക്കറിയാമെന്നുള്ള തന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി. ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ഇന്നലെ മകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മകൾ ഫോൺ എടുക്കുന്നില്ല, എന്താണെന്നറിയില്ല. പെൺകുട്ടിക്ക് ഏകദേശം 18 വയസ്സ് 19 വയസ്സായി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വളരെ ആകുലപ്പെട്ടാണ് വിളിക്കുന്നത്. ഫോൺ നമ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ ശരിക്കും അന്നേ ദിവസം രാത്രി പെട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയി നോക്കിയപ്പോൾ അറിഞ്ഞ ദിവസവും കണ്ടതും വളരെ മോശമായ കാര്യമാണ്. കുട്ടി ഈ പറഞ്ഞ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം അമിതമായിട്ട് ഡ്രഗ് യൂസ് ചെയ്ത് ആ രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ അമ്മ വന്നു, കൊച്ചി വന്നു. അമ്മ വന്നപ്പോൾ കാര്യം അമ്മയോട് പൂർണ്ണമായിട്ടും പറയാൻ കഴിഞ്ഞില്ല. വേറെ അമ്മയോട് പറഞ്ഞു, ഇന്ന വീട്ടിലാണ് ഇപ്പം മകൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ആ അമ്മ ആ വീട്ടിൽ പോയി അമ്മ ആ വീട് ശരിക്കും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ റൂം തുറന്ന് നോക്കിയിട്ട് അമ്മ അത്രമാത്രം കരഞ്ഞ് നിലവിളിച്ചാണ് ഞങ്ങളെടുത്തെത്തുന്നത്. കാര്യം മകളുടെ അവസ്ഥ ആ രീതിക്കായിരുന്നു. കാര്യം അമിതമായിട്ട് ഡ്രഗ് ഉപയോഗിച്ച് ഈ പറഞ്ഞ അമ്മയെപ്പോലും തിരിച്ചറിയാത്ത 19 വയസ്സായ വിദ്യാർത്ഥിനിയാണ്. അമ്മയെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അമ്മ ഓടി വന്ന്. അമ്മയുടെ കരച്ചിൽ ശരിക്കും നമുക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഞങ്ങൾ ആ കുട്ടിയെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ കുട്ടിക്ക് ആരെയും പോകണ്ട, അമ്മയുടെ അടുത്തും പോകണ്ട, ആരുടെ പോകണ്ട, എനിക്ക് ബന്ധുക്കളാരുമില്ല, എനിക്ക് ഒരിടത്തും പോകണ്ട, എനിക്കിവിടെ നിന്നാൽ മതി, എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് വലുത് എന്ന രീതിയായിരുന്നു. ഞങ്ങൾ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. സംസാരിക്കാൻ വിസമ്മതിച്ചിരുന്നു. ഏകദേശം 2-3 മണിക്കൂറോളം കഴിഞ്ഞു കുട്ടി പഴയ സ്ഥിതിയിലൂടെ തിരിച്ചെത്താൻ. കാര്യം അത്രത്തോളം ഈ പറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 3 മണിക്കൂറോളം കഴിഞ്ഞ് കുട്ടി നേരെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ചു. ഈ പറഞ്ഞ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു. ഏകദേശം കുട്ടിയെ അത്തരത്തിലൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തു. നിലവിൽ ഇപ്പോഴും ആ കുട്ടി കൗൺസിലിംഗ്, ഇത് ഏറ്റവും അടുത്ത് നടന്ന സംഭവമാണ്. കുട്ടി കൗൺസിലിങ്ങിന് വിധേയമായി ഈ പറഞ്ഞ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കുട്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ അമ്മ അടുത്ത ദിവസം അമ്മ വിളിച്ചിരുന്നു. കുട്ടി ഏകദേശം പഴയ സ്ഥിതിയിലോട്ട് പൂർവ്വസ്ഥിതിയിലോട്ട് വന്നു കഴിഞ്ഞു. ഏകദേശം റിക്കവറായി. ഇനി അവർ നാട്ടിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതിനും ജോലി നോക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ അതെ നമ്മുടെ കൃത്യമായിട്ട് ഇത്തരത്തിൽ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയും. അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ഞങ്ങളിപ്പോൾ ഇതിനോടൊപ്പം ഈ കുട്ടിക്ക് ഇതെങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള പറ്റിയാണ് ഇപ്പം. അപ്പോൾ പലപ്പോഴും മനസ്സിലാവുന്നത് ഇതെല്ലാം ഇവരെല്ലാം ശരിക്ക് ആദ്യം ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്നതാണ്. പിന്നീട് ഈ പറഞ്ഞ ഒരു സാമ്പത്തിക നേട്ടത്തിനായിട്ടും ഇതിനകത്ത് സെല്ലേഴ്സായി മാറുന്നു എന്നുള്ളതാണ്, വിൽപ്പനയ്ക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ സമൂഹം കാണുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം നാട്ടിൻപുറത്തായാലും എല്ലായിടത്തും കാണുന്നത് അവൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നു, അല്ലാതെ വിൽക്കുന്നവൻ എന്നാണ്. അപ്പോൾ ആ മനോഭാവത്തിൽ ചെറിയൊരു വ്യത്യാസം വരണം. നമ്മൾ ആ രീതിയിൽ കാണുന്നതിന് പകരം അവരെ തിരിച്ച് ബോധവൽക്കരിക്കുകയും ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചാടാതിരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും അത്തരത്തിൽ ആ കുട്ടികളെ പാരൻസ് ആയാലും സമൂഹമായാലും ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. നമുക്ക് ഇത് തടയുക മാത്രമല്ല, ഇതിൽ വഴുതി വീണ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മുടേതായ കുറേ മനോഭാവങ്ങൾ മാറണം. ചിലപ്പോൾ അബദ്ധവശാൽ സൗഹൃദങ്ങളുടെ ഈ പറഞ്ഞ വലയങ്ങളിൽ പെട്ട് ചെന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓരോ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റുന്നതാവാം, ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അബദ്ധങ്ങൾ പെട്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മളിവിടെ തന്നെ പല കേസുകളിലും അച്ഛനും അമ്മയും കൃത്യമായിട്ട് തിരിച്ച് ഞങ്ങളോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, സാർ ചെയ്തത് നന്നായി, ഇവൻ ഇപ്പോൾ അവൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ അച്ഛനും അമ്മയൊക്കെ തല്ലുന്ന പിള്ളേരും ഇല്ലേ? ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഇപ്പം നമുക്ക് തന്നെ അറിയാം, വേറെ ഇടത്തുമില്ല, നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട് സ്വദേശി നമുക്കറിയാം. പക്ഷേ 5 പേരെ കൊലപ്പെടുത്തിയ കേസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം മുമ്പ് മദ്യപാനമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മദ്യപാനികളുടെ അളവ് കുറവാണ്. ഇപ്പോൾ രാസലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് MDMA മെത്തോ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അവർക്ക് സ്വയബോധം ഇല്ല എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിയില്ല എന്നുള്ളതാണ്. മെൻ്റലി ചെയ്യുന്നു എന്നവർക്ക് അറിയാൻ പറ്റില്ല. കാര്യം അമിതമായ ഒരു ആരോഗ്യം അവർക്കുണ്ടാവും എന്നവർക്കൊരു തോന്നലുണ്ട്. ആ രീതിയിൽ അവർ ആക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പരസ്പരം ആൾക്കാരെ മനസ്സിലാക്കാനോ ചിന്തിക്കുവാനോ ഉള്ള ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടൊരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോടൊരു ഉപദേശം കൊടുക്കാൻ സാർ എന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കുക?
ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ട് നശിക്കുന്നതിനോടൊപ്പം സ്വന്തം മാതാപിതാക്കളും ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നവർ. അപ്പോൾ ശരിക്കും ഇതിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മാറേണ്ടതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അല്ലാതെ നമ്മൾ ആരെയും തല്ലിപ്പഴിപ്പിച്ചുകൊണ്ടോ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൻ്റെ ദോഷങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ കോളേജുകളിലെല്ലാം കൃത്യമായിട്ട് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞു, ഇതിനകത്ത് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിന് അഡിക്റ്റായിട്ട് ഇതിൽ നിന്ന് റിക്കവറായ ഒരാളിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാനുള്ള സംവിധാനം. കാര്യം അദ്ദേഹത്തിനാകുമ്പോൾ കൂടുതലായിട്ട് താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ള അനുഭവങ്ങൾ പറയാൻ പറ്റും. അതിനുവേണ്ടിയുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. കാര്യം അതിനോട്ട് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കാര്യമായി. കാര്യം അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ തൻ്റെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ലത് അവൻ ജീവിച്ചു വന്നൊരു ലൈഫ് ഒരു ആളിന് മനസ്സിലാക്കാനും പറ്റും. അത് തീർച്ചയായും. സാറേ, നമ്മൾ ഈ വീടുകളിൽ സൂക്ഷിക്കേണ്ട കുറേ നമ്പറുകളുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അത് ഏതൊക്കെ നമ്പറാണ്? അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കേണ്ട കുറച്ച് നമ്പറുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ നമ്പറാണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള വളരെ സുപരിചിതമായ നമ്പർ തന്നെയാണ് 112 112. 112 ഇപ്പോൾ ഒരു എമർജൻസി നമ്പറാണ്. ഈ പറഞ്ഞ പോലീസിൻ്റെ ആയാലും ഈ പറഞ്ഞ ഫയർഫോഴ്സിൻ്റെ ആയാലും സേവനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പറാണ് 112. എന്താവശ്യത്തിനും എപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റുന്ന പോലീസിൻ്റെ അല്ലെങ്കിൽ ഒരു എമർജൻസി നമ്പറായിട്ട് 112 ഉപയോഗിക്കാം. രണ്ടാമത് ഈ പറഞ്ഞ ഡ്രഗിനെതിരെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് യോദ്ധാവിൻ്റെ നമ്പർ. അത് ഏകദേശം ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ വഴിയും പ്രചരിക്കുന്നുണ്ട്. ഇതിൽ വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം. നമ്പർ 9995 966 666. ഇതാണ് യോദ്ധാവിൻ്റെ നമ്പർ. ഈ നമ്പറിലൂടെ ലഹരിയെ സംബന്ധിച്ച ഡ്രഗിനെ സംബന്ധിച്ച എന്ത് വിവരവും നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന അറിയിക്കാൻ പറ്റും. ഒപ്പം തന്നെ ADGP എല്ലാൻ്റെ ഓഫീസിനകത്ത് ഒരു മൊബൈൽ നമ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം. 9497979794. ഈ നമ്പറിൽ ഈ ലഹരിയെ സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായും വിളിച്ചറിയിക്കാൻ പറ്റും. കൃത്യമായ ആക്ഷൻസ് ഉണ്ടാവും. ഒപ്പം ഈ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ ആയാലും കുട്ടികളുടേതായ പ്രശ്നങ്ങളായാലും കുട്ടികൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേരള പോലീസിൻ്റെ ചിരി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 9497900200. ഈ നമ്പറുകൾ കൃത്യമായിട്ട് ഓർമ്മയിൽ വയ്ക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. പോലീസിനോട് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കാനും അതിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് ആക്ഷനും ഉണ്ടാവും. ലഹരിക്കെതിരെ നമുക്ക് സിമ്പിളായിട്ടൊരു ആക്ഷൻ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ പോലീസുകാർ എടുക്കുന്ന അതേ പണി നമ്മൾ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും കൂടെ നിന്നാൽ മാത്രമേ ഈ MDMA പോലെയുള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികളെ തിരിച്ച് നല്ല യോദ്ധാക്കളായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പഠനമാണ് ലഹരി, ഡാൻസാണ് ലഹരി എന്ന പല ക്യാമ്പയിനും നമ്മൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇത്രയും വിലപ്പെട്ട ഒരു സമയം തന്ന രഞ്ജിത്ത് സാറിന് വളരെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ലഹരിക്കെതിരെ അല്ലെങ്കിൽ പല രീതികളിലും പോലീസിൻ്റെ ആക്ഷൻസ് ഉണ്ടാവട്ടെ. ഒരു വ്യക്തിയെങ്കിലും നന്നാകാൻ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡെങ്കിലും ഒരു പ്രചോദനമാകട്ടെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.